السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജീവിതം നന്മകൾ കൊണ്ട് ഈമാനും തഖ്വകളുമായി അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാൻ പാകത്തിൽ നമ്മൾ പ്രവർത്തിക്കുക, അമലുകൾ വർദ്ധിപ്പിക്കുക, ഈമാൻ ശക്തമാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിനെ എല്ലാ രൂപത്തിലും വൃത്തിയാക്കിക്കൊണ്ട് എങ്ങനെയെല്ലാം ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാം, പവിത്രമാക്കാം എന്ന കാര്യമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ നമ്മളെ അറിയിക്കുന്ന മറ്റൊരു കാര്യം വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ ഓരോരുത്തരും മനസ്സിനെ പാകപ്പെടുത്തുക എന്ന കാര്യമാണ്. ഇസ്ലാമിലെ ശരീഅത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിധിവിലക്കുകൾ, അല്ലെങ്കിൽ ഹലാൽ ഹറാം എന്ന പേരിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ. നേർക്കുനേരെ ആരാധനകളായി നമ്മൾ നിർവഹിക്കുന്ന പല അമലുകളുമുണ്ട്. നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും ഒക്കെ. ഈ ആരാധനകളൊക്കെ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധമാണ്. നമ്മൾ നമസ്കരിച്ചാൽ അതുകൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവും കാര്യമായി കിട്ടാനില്ല. അതേസമയം മറ്റു കാര്യങ്ങളിൽ, ഈ പറഞ്ഞ ആരാധനകൾക്ക് പുറത്തുള്ള മറ്റു കാര്യങ്ങളിലാണ് അള്ളാഹുവിനോടൊപ്പം ബന്ധപ്പെടുന്നു എന്നതിനും കൂടെ സമൂഹത്തിലേക്കും അതിൻ്റെ നന്മയും നേട്ടവും പ്രസരിപ്പിക്കാൻ സാധിക്കുന്നു എന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരീഅത്തിൽ വിലക്കപ്പെട്ട കാര്യങ്ങളും അനുവദിക്കപ്പെട്ട കാര്യങ്ങളും വ്യക്തമായി വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശമുണ്ട്, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ്. വിശ്വാസികൾക്ക് എന്തെല്ലാം അനുവദിച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ട് മതത്തിലുണ്ട്. അതുപോലെ തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് വിലക്കപ്പെട്ട കാര്യങ്ങളും. ചെയ്യാൻ ആചരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവക്കിടയിൽ വ്യക്തമായും പഠിപ്പിച്ചിരിക്കുന്ന ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ പരസ്പരം സാദൃശ്യമുള്ള, ഹലാലാണോ ഹറാമാണോ എന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റാത്ത ചില സംഗതികൾ ഉണ്ടാകും. അത് പലർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പരസ്പര സമാനതയുള്ള സംശയാസ്പദങ്ങളായ കാര്യങ്ങളെ ഒരാൾ അയാളുടെ ഭക്തിയുടെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്നുവെങ്കിൽ അയാളുടെ മതവും മാനവും സംരക്ഷിക്കപ്പെട്ടു എന്നാണ് ഹദീസിൽ തുടർന്ന് പറയുന്നത്.
അപ്പോഴ് ജീവിതത്തിൽ മരിക്കുന്നത് വരെയും അള്ളാഹുവിന് ഈ ജീവിതം തിരിച്ചേൽപ്പിക്കുന്നത് വരെയും ഉള്ള യാത്രയിൽ അപകടത്തിൽ പെടാതിരിക്കുക എന്നതാണ് ഈ പറഞ്ഞ വിധിവിലക്കുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത്. നമ്മൾ പല വഴിക്കും യാത്ര ചെയ്യാറുണ്ട്. വലിയ ഗർത്തങ്ങൾ രണ്ടു ഭാഗത്തുമുള്ള റോഡിൽ, ഇനി സാധാരണ റോഡുകളിൽ തന്നെയും ഇരുവശത്തും സംരക്ഷണ ഭിത്തി നമ്മൾ കാണാറുണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് യാത്ര സുരക്ഷിതമാക്കാനാണ്. അല്പം അശ്രദ്ധയുണ്ടായി അപകടം സംഭവിച്ചാൽ പോലും ആഴത്തിലേക്ക് പതിക്കാതിരിക്കാൻ, അപകടത്തിൽപ്പെടാതിരിക്കാനാണ് ഈ ഭിത്തികൾ. ഇതുപോലെ തന്നെയാണ് ജീവിതമാവുന്ന യാത്രയിൽ ഏതെങ്കിലും ഒരു ഹറാമിലേക്ക്, വിലക്കപ്പെട്ടതിലേക്ക് വീണു പോവാതിരിക്കാനാണ് ഈ പറഞ്ഞ വിധി വിലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വിധികളുടെയും വിലക്കുകളുടെയും ഇടയിലൂടെ പോയാൽ ജീവിതം എവിടെയും തട്ടിത്തകരാതെ സുരക്ഷിതമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ഇതാണ് വിധിവിലക്കുകളുടെ ഒരു വശം. വിധിവിലക്കുകൾക്ക് മതം പഠിപ്പിക്കുന്ന മറ്റൊരു വശമുണ്ട്. അത് അതിൻ്റെ ഒരു പൊതുമുഖമാണ്. അതായത് എല്ലാവർക്കും, മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും, മതത്തിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന വിലക്കുകളുടെ നന്മ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ പറ്റും. മദ്യപിക്കരുത് എന്നത് ഒരു വിലക്കാണ്. മദ്യപിക്കാതിരുന്നാൽ അതിൻ്റെ ആരോഗ്യപരമായ നേട്ടം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ലഭിക്കും. പലിശ പാടില്ല എന്നത് മറ്റൊരു വിലക്കാണ്. പലിശ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബിസിനസ്സുകൾ, സാമ്പത്തിക വിനിമയങ്ങൾ മുസ്ലിങ്ങൾക്കെന്ന പോലെ മുസ്ലിങ്ങളല്ലാത്തവർക്കും അതിൻ്റെ ഭൗതിക നേട്ടം ലഭിക്കും. ചൂതാട്ടവും അങ്ങനെയുള്ള എല്ലാ സംഗതികളിലും അതിൻ്റെ പൊതു നന്മ എല്ലാവർക്കുമാണ്. അപ്പോൾ നാം പറയുന്നത്, മതം പഠിപ്പിക്കുന്നത് ഹറാമുകളെ മാറ്റി നിർത്തിയാൽ അതുകൊണ്ട് സാമൂഹിക സുരക്ഷയും ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. ഹറാമിൽ തന്നെ ജീവിക്കുകയാണെങ്കിലോ, സാർവത്രികമായ മദ്യപാനം, സാർവത്രികമായ ചൂതാട്ടം അങ്ങനെ ജീവിക്കുകയാണെങ്കിലോ അതിൻ്റെ അപകടം വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും സർക്കാരാണെങ്കിലും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഈ രൂപത്തിൽ ഹറാമിൻ്റെ, വിലക്കുകളുടെ ഗൗരവം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ പെടാതിരിക്കാനാണ് നമ്മൾ മനസ്സിനെ ഇതിൻ്റെ ഗൗരവം പഠിപ്പിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹറാമുകൾക്ക് മുമ്പിൽ വിലക്കുകളെ നോക്കാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും പാടില്ല എന്നതിന് വറഅ്, അതിസൂക്ഷ്മത എന്ന ഒരു മാനസികാവസ്ഥയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖൈറു ദീനിക്കും അൽ വറഅ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളുടെ മതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാവം അതിസൂക്ഷ്മതയാണ്. സൂക്ഷ്മത എന്നത് നമ്മൾ പറയാറുണ്ട്, പക്ഷേ ഹറാമുകൾക്ക് മുമ്പിൽ ഒരു ശരാശരി സൂക്ഷ്മതയല്ല, പരമാവധി സൂക്ഷ്മത. കണ്ണും കാതും മനസ്സും എല്ലാം പങ്കാളിയാകുന്ന ഒരു സൂക്ഷ്മത. അങ്ങനെയുള്ള സൂക്ഷ്മത കൊണ്ട് മാത്രമേ അപകടത്തിൽ പെടാതിരിക്കുകയുള്ളൂ. വാഹനമോടിക്കുന്ന ഒരു മനുഷ്യൻ, അയാളിൽ സൂക്ഷ്മത എത്രയുണ്ടാകും? ഈ പറഞ്ഞ കണ്ണും കാതും മനസ്സുമെല്ലാം ആ പ്രക്രിയയിൽ കേന്ദ്രീകരിച്ചിരിക്കും. അല്പമൊന്ന് കണ്ണോ മനസ്സോ പാളിപ്പോയാൽ അവിടെ അപകടമുണ്ടാവുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് സംരക്ഷണ ഭിത്തി എന്ന രൂപത്തിൽ വിശേഷിപ്പിച്ച ഹറാമിന്റെയും ഹലാലിന്റെയും പരിധി ലംഘിക്കാതെ പോകണമെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ വളരെ വളരെ അലേർട്ടായിരിക്കണം. തുറന്നു വെച്ചിരിക്കുന്ന കണ്ണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ആക്രമിക്കാൻ വരുന്ന തിന്മകളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഉണർന്നിരിക്കുന്ന ഈമാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈമാൻ കൊണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രതികൂല സന്ദർഭങ്ങളെയും
പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈമാൻ നൽകുന്ന, തഖ്വ നൽകുന്ന ഒരു വിവേകമാണ് യഥാർത്ഥത്തിൽ ഹറാമുകളെ മാറ്റി നിർത്താൻ ആവശ്യം. ഇത് മനസ്സിൽ നിന്നും തുടങ്ങേണ്ട ഒരു ചിന്തയാണ്. അതിനു വേണ്ടി മനസ്സിനെ എല്ലാ സന്ദർഭത്തിലും പാകപ്പെടുത്തണം. ഒരേ വികാരം ആവണമെന്നില്ല ആ മനസ്സിനുണ്ടാവുന്നത്. പല സന്ദർഭങ്ങളിൽ പല മേഖലകളിലേക്ക് പോകുന്ന ഓരോരുത്തരെയും പല രൂപത്തിലായിരിക്കും ഹറാമുകൾ മാടി വിളിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളിൽ, വിദ്യാർത്ഥികളിലും മറ്റും ഹറാമുകൾക്ക് നേരെ ഒരു ലാഘവ ചിന്ത കൂടുതലായിട്ട് വളർന്ന് വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് അത് ചെയ്താൽ എന്ന ഒരു ചിന്ത, ഇത് പാടില്ല എന്ന് പറയുമ്പോൾ തിരിച്ചുള്ള ചോദ്യമാണ്. അവിടെയാണ് സമൂഹം ഏറ്റവും കൂടുതൽ അപകടവും നേരിടേണ്ടി വരുന്നത്. എൻ്റെ ശരീരമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പരാമർശം, മൈ ബോഡി മൈ റൈറ്റ് എന്ന ഈ പരാമർശത്തിൽ പലപ്പോഴും കുട്ടികൾ എത്തി നിൽക്കുന്നത് വിലക്കുകളുടെ വലിയ ഗർത്തങ്ങൾക്ക് മുമ്പിലാകുന്നു എന്നുകൂടി നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് വിലക്കുകളെ ഒരാൾ സമീപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പരിണിതി എന്ന് ഖുർആൻ പറയുന്നത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു. അല്ലാഹുവിന്റെ വിലക്കുകളെ, പരിധികളെ ഒരാൾ ലംഘിക്കുകയാണെങ്കിൽ അവൻ അവനോട് തന്നെയാണ് അനീതിയും അതിക്രമവും കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരമാണ്, എൻ്റെ അവകാശമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നെല്ലാം പറഞ്ഞ് ഒരു വിലക്ക് ചെയ്യുമ്പോൾ അത് കേൾക്കാൻ കൗതുകമുള്ള കാര്യമാണെങ്കിലും താൽക്കാലികമായ നല്ല ആനന്ദം നൈമിഷികമായി അനുഭവിക്കാൻ കഴിയുമെങ്കിലും ആ ചിന്ത വളരെ അപകടകരമായിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ ജീവിതം പറഞ്ഞാൽ തീരാത്ത ദുരിതമായിരിക്കും. മരണമാവട്ടെ അതിനേക്കാളും വലിയ ദുസ്സഹമായിരിക്കും. മരണാനന്തര ജീവിതം അതിലും വലിയ ദുരന്തമായിരിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അങ്ങനെയുള്ള ചിന്തയിൽ നിന്നും സമീപനത്തിൽ നിന്നും രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ സാമൂഹികമായ ഭദ്രത എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത്. അതിനെ ധിക്കാരത്തോടുകൂടെ ലംഘിക്കുകയാണെങ്കിൽ തന്നിലേക്ക് തന്നെ എന്തെങ്കിലുമായിട്ട് അതിൻ്റെ അപകടങ്ങൾ തിരിച്ച് വരികയും ചെയ്യും. വിലക്കുകൾ സൂക്ഷിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം, അതിൻ്റെ തലവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് അള്ളാഹുവുമായുമുള്ള ബന്ധം ശക്തമാക്കാൻ വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ മതിയാകും. സാമൂഹിക സുരക്ഷയും അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനും വിലക്കുകളെ മാറ്റി നിർത്തി ജീവിക്കൽ അനിവാര്യമാണ് എന്നതാണ്. ധാരാളമായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, സാമർഥ്യവും കഴിവും എല്ലാം ഉണ്ട്. അവ കൊണ്ട് മാത്രം നാം നേടിയ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നില്ല. അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സ് അല്ലാഹുവുമായി എങ്ങനെ പ്രാർത്ഥന നിരതമായിരിക്കുന്നു എന്നത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കൊണ്ട് എല്ലാം ചോദിച്ചു വാങ്ങാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു വില്ലനായി നിൽക്കുന്നത് ഈ പറഞ്ഞ ഹറാമുമായിട്ട് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. നമ്മൾ പറഞ്ഞ സൂക്ഷ്മതാബോധം അവിടെ ഇല്ലെങ്കിൽ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്വിബ് ത്വഅമതക തുസ്തജബ് ദഅവതുക
എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഉപദേശിക്കുകയുണ്ടായി. നീ കഴിക്കുന്നത് മെച്ചമുള്ള തൊയ്യിബായ കാര്യങ്ങളാവുക, എങ്കിൽ നിന്റെ പ്രാർത്ഥന തത്സമയം സ്വീകരിക്കപ്പെടും. കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ വയറിലേക്ക് നിക്ഷേപിക്കുന്ന ഭക്ഷണം മാത്രമല്ല, അത് വെള്ളമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ജീവിതത്തിൽ ലഭിക്കുന്ന എന്തെല്ലാം നേട്ടങ്ങളാണെങ്കിലും അവയെല്ലാം ഈ പറഞ്ഞ പോലെ ഹറാമിന്റെ സ്പർശം ഒട്ടുമില്ലാതിരിക്കണം. എങ്കിൽ നമ്മൾ പറഞ്ഞ ശാരീരികമായ സുരക്ഷയുണ്ടാകും, സാമൂഹികമായ ഭദ്രതയുണ്ടാകും, അതിനേക്കാൾ ഏറെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുവരുത്താനും പറ്റും. മറ്റൊരു ഹദീസിൽ ധാരാളമായി പ്രവർത്തിച്ച് ക്ലേശിച്ച് ക്ഷീണിച്ച് വരുന്ന ഒരു മനുഷ്യനെ നബി ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം മുകളിലേക്ക് കൈകളുയർത്തി പടച്ചവനെ പടച്ചവനെ യാ റബ്ബി യാ റബ്ബി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് എങ്ങനെയാണ് അയാൾക്ക് പടച്ചവൻ പ്രത്യുത്തരം ചെയ്യുക, പ്രാർത്ഥന സ്വീകരിക്കുക? കാരണം അയാളുടെ വസ്ത്രവും അയാൾ കുടിച്ചതും അയാൾ ഭക്ഷിച്ചതുമെല്ലാം ഹറാമിന്റെ അകത്ത് നിന്നുകൊണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക എന്നതാണ് നബി അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കുവാനും ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒക്കെ ആരോഗ്യം നിലനിർത്താനും സാമൂഹികമായ ഭദ്രതയും സുരക്ഷിതത്വവും ഉണ്ടാകാനും ഒക്കെ അനിവാര്യമായ ഒരു ഭാഗമാണ് വിലക്കുകൾ എന്താകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. അതിന് നമ്മൾ നമ്മളെയും കുടുംബത്തെയും വളർന്നു വരുന്ന മക്കളെയും യഥാസമയം ഇടപെട്ടുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശഅബാൻ മാസത്തിലാണ്. പ്രത്യേകമായ പുണ്യമൊന്നും ഈ മാസത്തിനോ ദിവസങ്ങൾക്കോ ഇല്ല. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ഒരു റമദാനിലേക്ക് ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് കുറച്ചുകൂടി നേരത്തെ ഇല്ലാത്ത ഭയഭക്തിയിൽ അധിഷ്ഠിതമായ ആരാധന നിരതമായ ജീവിതം നയിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. സഹാബികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു മിൻ ശഹരിൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പ്രവാചകരെ, ശഅബാനിൽ നിങ്ങൾ എടുക്കാറുള്ളത്ര നോമ്പ് മറ്റു മാസങ്ങളിലൊന്നും സുന്നത്തായിട്ട് എടുക്കാറില്ലല്ലോ, എന്താണ് കാരണം എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. നബി അതിന് മറുപടി പറഞ്ഞു, പ്രത്യേകമൊന്നുമില്ല, എന്നാലും കഴിഞ്ഞു പോയ റജബിന്റെയും വരാനിരിക്കുന്ന റമദാനിന്റെയും ഇടയിൽ ആളുകൾ സ്വാഭാവികമായി ഒരു അശ്രദ്ധമാവുന്ന സന്ദർഭമാണ് ശഅബാൻ ദിനങ്ങൾ. അതുകൊണ്ട് കുറച്ചുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുക, തന്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ പറഞ്ഞ നോമ്പും പുണ്യവുമായിട്ടായിരിക്കുക എന്നതാണ് നബി അതിന് കാരണം പറഞ്ഞത്. മറ്റു മാസങ്ങളിലേക്കാൾ ഏറെ സുന്നത്ത് നോമ്പുകൾ അദ്ദേഹം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ പ്രത്യേകമായ ഒരു ദിവസത്തിനോ രാത്രിക്കോ പകലിനോ പുണ്യമില്ലെങ്കിലും മൊത്തത്തിൽ നമ്മുടെ അമലുകളും ഇബാദാത്തുകളും സാധിക്കുന്നവർ സുന്നത്ത് നോമ്പുകളും സ്വതക്കുകളും ഒക്കെയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി കർമ്മനിരതമാവുക എന്നതാണ് ശഅബാനിനോട് നമുക്ക് കാണിക്കാവുന്ന ഒരു മര്യാദയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റമദാനിന്റെ ശഅബാനിന്റെ മധ്യ ദിവസം, അതായത് 15ന്റെ അന്ന് മാത്രം നോമ്പെടുക്കുക എന്ന ഒരു രീതിയുണ്ട്. അതിന് ഒരു തെളിവോ അല്ലെങ്കിൽ പ്രമാണമോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പ്രത്യേകമായ ഒരു കാര്യം, ദിവസം, സമയം, സ്ഥലം ഇവയൊന്നും നിശ്ചയിക്കാതെ ധാരാളമായിട്ട് അമലുകൾ ചെയ്യുക എന്നതിന് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം കൊടുക്കുന്നത്.
നമ്മുടെ മുമ്പിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ മറ്റു ഭൗതികമായ സാഹചര്യങ്ങൾക്കെല്ലാം അല്പം പരിധി നിശ്ചയിച്ചുകൊണ്ട് കുറച്ചുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ പാകത്തിൽ ഈ സമയങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം. അതിലൂടെ നമ്മൾ പറഞ്ഞ ഭക്തി വർദ്ധിപ്പിക്കാം. അതോടൊപ്പം പരമാവധി മനസ്സിനെ എല്ലാ തരം തിന്മകളിൽ നിന്നും വേണ്ടാത്ത ചിന്തകളിൽ നിന്നും സംസ്കരിച്ച് വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം. അതിനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള യാത്രയിൽ ധാരാളമായി അമലുകൾ ചെയ്തുകൊണ്ട് മറ്റ് ഒന്നിന്റെയും സഹായമോ അല്ലെങ്കിൽ ആനുകൂല്യമോ ലഭിക്കാത്ത നാളിൽ അവന്റെ മുമ്പിൽ നമ്മളുടെ അമലുകൾ മാത്രം നമുക്ക് സാക്ഷി പറയുന്ന, നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ജീവിക്കുവാൻ നമ്മയെല്ലാം പടച്ചവനെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ.